ഹലോ. അപ്പം എങ്ങനെയാണ് കല്യാണം കൂടിയാലോ? അപ്പോൾ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പം ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കൂടെ കാണുമല്ലേ. അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയണത് എൻ്റെ അമ്മായിൻ്റെ മോൻ്റെ കല്യാണം ആട്ടോ. താമരശ്ശേരിയാണ്, ചേച്ചീൻ്റെ വീട് വടകരയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. തലേന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അതോടെ ഒന്ന് പോയി കാണണേ. പിന്നെ താമരശ്ശേരിയിൽ നിന്ന് വടകരയ്ക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. പീലിക്കുട്ടിയാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നീ പോണ വഴിക്ക് ബസ്സിൽ നിന്ന് വിശക്കണേന്ന് പറയും. അപ്പം ഞാൻ അതിന് മുമ്പേ ഒരു പഴം കൊടുത്തതാണ്. പിന്നെയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ റെഡി ആയിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ചേച്ചിമാരും അനിയത്തിമാരുമാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലെത്തി. പീലിക്കുട്ടീൻ്റെ ഇപ്പോഴത്തെ ചിരിയൊന്നും നോക്കണ്ട. പീലിക്കുട്ടി ഇപ്പോൾ സൈഡാണ്. വണ്ടിയിലൊക്കെ പോകുമ്പോൾ ആ കാറ്റ് തട്ടി അപ്പോൾ പീലിക്കുട്ടി ഉറങ്ങാൻ തുടങ്ങും. പിന്നെ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഡാൻസും പാട്ടും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഇതാ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഏട്ടൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണെങ്കിലും ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും അതൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഏട്ടൻ വന്നിട്ട് അപ്പോൾ എന്തേ ലേറ്റ് ആയി എന്ന് ചോദിച്ചപ്പോൾ അവർ എത്തിയിട്ട് കുറച്ച് നേരമായി. ആരെങ്കിലും എന്ന് വിളിച്ചിരിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് ആരോ പറഞ്ഞു പോലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും വരുന്നു കരുതിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്ന്. പിന്നെ അവരൊക്കെ വന്നിട്ട് ഏട്ടനെ ചെയറിലേക്ക് ഇരുത്തി. അപ്പോൾ ഇത് അവിടെ മണ്ഡപമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഇത് അവിടെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെ ചെന്നാലും 2 ഫോട്ടോസ് എടുക്കാന്നുണ്ടെങ്കിൽ നിർബന്ധമല്ലേ. ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ വീഡിയോ എടുക്കും. അതല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കും. പക്ഷെ ഞാൻ വീഡിയോ എടുക്കലുണ്ടാവും. എന്നിട്ട് അവരെന്ന് 2 ചീത്തയും കേൾക്കും. അത് കേട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ കല്യാണത്തിനുള്ള മുഹൂർത്തമൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞിട്ടുള്ള താലം അവർ അകത്തേക്ക് കൊണ്ടുപോവാണ്, ചേച്ചിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ വിളക്കൊക്കെ കത്തിച്ചിട്ട് അമ്മയും മേമ്മമാരൊക്കെ വരുമല്ലോ, അങ്ങനെ വരികയാണ്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടുത്തെ പോലെ ഒന്നുമല്ല, കുറേ കാര്യങ്ങളിൽ മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ നാട്ടിലേക്ക് ഓരോ ചടങ്ങുകളായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണ പെണ്ണ്. ചേച്ചിന്റെ പേര് ഹർഷ എന്നാണ്. എന്നിട്ട് മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതാണ് ചെക്കൻ്റെ പെങ്ങള്, എൻ്റെ ചേച്ചി തന്നെയാണ് കേട്ടോ.
കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി ഓരവിടെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് നമ്മളെ പരിപാടി നോക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പന്തലിലേക്ക് പോയി. പിന്നെ ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത എന്താണെന്നറിയാം, നമ്മളൊരു ടേബിളിൽ ഇല്ലേ 2-3 ആൾക്ക് വേണ്ടിയിട്ട് ഒരു ജഗ് വെക്കും. അങ്ങനെ എല്ലാ ടേബിളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം നമുക്ക് ഇനി വെള്ളത്തിന് വേണ്ടിയിട്ട് ആരോടും ചോദിക്കേണ്ടല്ലോ, നമ്മളടുത്ത് തന്നെ ജഗ്ഗും വെള്ളവും കാര്യങ്ങളൊക്കെ. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് വന്ന് ഉപ്പ് വന്ന്, ശർക്കരപ്പേര് വന്ന്, വറുത്തുപ്പേര് വന്ന്, അച്ചാർ വന്ന്, അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് പറയണ്ടല്ലോ, നിങ്ങൾ എന്നെ കാണണ്ടല്ലോ, ഇനി ആർക്കും കൊതിയൊന്നും തോന്നരുത് കേട്ടോ. ഞാനപ്പുറം കല്യാണത്തിന്റെ വീഡിയോസ് എടുത്തോണ്ടിരുന്ന ടൈമിൽ എൻ്റെ ചേച്ചിമാരെല്ലാവരും കയറിയിട്ട് ആദ്യം തന്നെ സീറ്റ് പിടിച്ചു. അതിനെക്കൊണ്ട് ഓരെല്ലാവരും ഒരുമിച്ചു ആയി, ഞാനും ഷീത്തേട്ടനും പിന്നെയും ആയി. പിന്നെ പീലിക്കുട്ടിക്കാണെങ്കിൽ കുറേ പരാതികൾ പറഞ്ഞ് തീർക്കാണ്ട് കേട്ടോ. എവിടെയോ വീണിട്ട് കാല് ചെറുതായിട്ടൊന്ന് തോല് പോയിരുന്നു, അതിന്റെ പരാതി പറച്ചിലാണ് ഷീത്തേട്ടൻ്റെ. പിന്നെ ഇവിടുത്തെ പായസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ശർക്കര പായസമാണ് കേട്ടോ. അതും ഇതുപോലെ നമുക്ക് ഇങ്ങനെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് പായസം തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല കേട്ടോ. പിന്നെ പപ്പടം വന്ന്, പായസം വന്ന്, ചോറ് വന്ന്, എനിക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് സദ്യനോട് അത്ര ഇങ്ങോട്ട് താല്പര്യം ഇല്ല കേട്ടോ. പിന്നെ കഴിക്കും, എന്നാലും അത്ര വലിയ സദ്യപ്രേമി അല്ല കേട്ടോ ഞാൻ. ഈ സദ്യ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് ഓർമ്മ വരിക. ഫ്രണ്ടിൻ്റെ പേര് വർഷ എന്നാണ് കേട്ടോ. സദ്യയൊക്കെ കണ്ടിക്കുകയാണെങ്കിൽ അവിടെ കമന്നടിച്ച് വീഴുമെന്ന് അറിയില്ല, ആ ഒരു ടൈപ്പാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന്. അങ്ങനെ ഞങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സ്റ്റേജിലെ തിരക്ക് ഏകദേശം ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഭക്ഷണം കഴിച്ചതിനൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലെ കൊലായിൽ പോയിട്ട് ഇരിക്കുകയും ചെയ്ത്. അതങ്ങനെയാണ്, ഞങ്ങൾ എവിടെ പോയിക്കുകയാണെങ്കിലും ഒരു വീടിൻ്റെ കൊലായി ഞങ്ങൾക്കായിട്ട് ഒഴിഞ്ഞടക്കുണ്ടാവും. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടേക്കും കുറച്ച് നടക്കാനുണ്ട്. ബസ്സിൽ കയറിയാൽ പിന്നെ ഡാൻസ് ആയി നിർബന്ധമാണ്. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തുള്ളലുണ്ടല്ലോ, അത്ര വലിയ സുഖമുള്ള പരിപാടി അല്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങിയതാ. പീലിക്കുട്ടി ആദ്യമേ സൈഡായി. ഈ തുള്ളലിൻ്റെ ആവശ്യമൊക്കെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ. പിന്നെ ഓരോരുത്തരായിട്ട് സൈഡ് ആവാൻ തുടങ്ങി, പിന്നെ ഉറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഏട്ടനും ചേച്ചിയും കൂടെ വന്നത്. അവർ പിന്നെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അമ്മായി ആണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് കൊണ്ടുവരുമല്ലോ, അങ്ങനെ വിളക്കെടുത്തിട്ട് ചേച്ചി കയറാനായിട്ട് പോവുകയാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്കെൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു ദിവസമാണ് കേട്ടോ ഓർമ്മ വന്നത്. പുതിയ നാടും പുതിയ വീടും പിന്നെ ആണെങ്കിലോ ചുറ്റിലും നമുക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആളുകളും എല്ലാവരും നമ്മളെയൊക്കെ ഇങ്ങനെ നോക്കി, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കാലങ്ങളായിട്ട് കാത്തിരുന്ന ഒരു കല്യാണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കല്യാണം കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങളെ ഫാമിലിയിൽ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനായിട്ട്. ചേച്ചിയും ഡാട്ടനും കൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം എല്ലാവരും അവർക്ക് മംഗളാശംസകളൊക്കെ നൽകണം കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ.